GCC വാർത്തകൾ brought to you by ന്യൂ ബോംബെ വർക്ക്ഷോപ്പ്, ഇൻഡസ്ട്രിയൽ ഏരിയ, മുസഫ 13, അബുദാബി. നമസ്കാരം. GCC വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് UAE ഇന്ത്യൻ സംഘടനകൾ ഒരുക്കുന്ന സ്വീകരണ പരിപാടിക്ക് അബുദാബിയിലെ ഷെയ്ഖ് സായിദ് സ്റ്റേഡിയത്തിൽ തുടക്കമായി. സ്റ്റേഡിയത്തിൽ 35,000 പേരാണ് മോദിയെ കാണാൻ എത്തിയിരിക്കുന്നത്. BJP അനുകൂല പ്രവാസി സംഘടനയായ IPF ആണ് പരിപാടിയുടെ മുഖ്യ സംഘാടകർ. UAE സഹിഷ്ണുതാ മന്ത്രി ഷെയ്ഖ് നഹ്യാൻ ബിൻ മുബാറക് അൽ നഹ്യാൻ സ്വീകരണ വേദിയിൽ പ്രധാനമന്ത്രിയെ അനുഗമിച്ചു. ഷെയ്ഖ് സായിദ് സ്റ്റേഡിയത്തിൽ നടക്കുന്ന അഹ്ലൻ മോദി പരിപാടിക്ക് പുറമെ ദുബായിലെ ലോക സർക്കാർ ഉച്ചകോടിയിലും നാളെ നടക്കുന്ന ബാബ്സ് ഹിന്ദുശിലാ ക്ഷേത്ര ഉദ്ഘാടന ചടങ്ങിലും മോദി പങ്കെടുക്കും. നേരത്തെ UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാനുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി. ഗാഢമായ ആശ്ലേഷണത്തിലൂടെ മോദിയെ പ്രസിഡന്റ് സ്വീകരിച്ചു. ഊഷ്മളമായ സ്വാഗതത്തിന് നരേന്ദ്രമോദി നന്ദി പറഞ്ഞു. ഭാരതം പ്രവാസി സമൂഹത്തെ ഓർത്ത് അഭിമാനിക്കുന്നുവെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. മലയാളം ഉൾപ്പെടെയുള്ള ഭാഷകളിലാണ് പ്രധാനമന്ത്രി ഈ വാചകം പറഞ്ഞത്. New Bombay Workshop, A to Z automobile repair under one roof. One of the authorized service partners of Bosch Cars. High quality maintenance, repairs and timely service for light and heavy vehicles. We provide 24 hours recovery service. New Bombay Workshop, Industrial Area, Musafa 13, Abu Dhabi. Call or WhatsApp 050-444-2423. ഒമാനിൽ കനത്ത മഴയിൽ മലയാളി ഒഴുക്കിൽപ്പെട്ട് മരിച്ചു. ആലപ്പുഴ സ്വദേശിയാണ് മരിച്ചതെന്നാണ് വിവരം. ഷർക്കിയ ഗവർണറേറ്റിലെ ഹിബ്ര മേഖലയിലാണ് സംഭവം. കഴിഞ്ഞ ദിവസം രാത്രിയിലുണ്ടായ മഴയിലായിരുന്നു സംഭവം. ആലപ്പുഴ സ്വദേശി മലവെള്ളപ്പാച്ചിലിൽപ്പെടുകയായിരുന്നു. അതേസമയം ഒമാനിൽ മഴ അല്പം ശമിച്ചിട്ടുണ്ട്. കനത്ത മഴയിൽ 5 മരണം ഇതുവരെ സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതിനിടയിലാണ് ഒഴുക്കിൽപ്പെട്ട് മലയാളി മരിച്ചതായുള്ള വിവരവും പുറത്തുവന്നത്. GCC വാർത്തകൾ brought to you by ന്യൂ ബോംബെ വർക്ക്ഷോപ്പ്, ഇൻഡസ്ട്രിയൽ ഏരിയ, മുസഫ 13, അബുദാബി.